Friends, welcome back to our channel Wealthy Life. 9th September 2020 ഇൻട്രാഡേ ട്രേഡിംഗിന്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് ടാർഗറ്റ് പ്രഡിക്ഷൻ, നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് അപ്ഡേറ്റ്സ് എന്നീ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 9th സെപ്റ്റംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായ 8 സെപ്റ്റംബർ 2020 നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഈ ബിയറിഷ് ക്യാൻഡിൽ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന്റെ താഴെയാണ് ഫോം ചെയ്തത്. അതായത് നിഫ്റ്റിയിൽ ഇനി വരാൻ പോകുന്ന ഒരു ക്ലിയർ കട്ട് ബിയറിഷ് മൊമെന്റത്തിന്റെ ഇയർലി ഇൻഡിക്കേഷൻ ആയിട്ടാണ് ഈ ക്യാൻഡിലിനെ കാണുന്നത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയത് 11,317 അതായത് നിഫ്റ്റിയിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തന്നെയായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റിയിൽ ഇനി ഒരു ബുള്ളിഷ് മൊമെന്റം അല്ലെങ്കിൽ ഒരു ബിയറിഷ് മൊമെന്റം വരണമെങ്കിൽ നിഫ്റ്റി അതിന്റെ റേഞ്ച് ബ്രോക്ക് ചെയ്യണം. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ കറണ്ട് റേഞ്ച് 11,250 മുതൽ 11,400 വരെയുള്ള ലെവലാണ്. ഈ 11,250ക്ക് താഴെ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്താൽ അത് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നിഫ്റ്റി ഒരു ബിയറിഷ് മൊമെന്റിൽ എത്തിക്കുകയും 11,400 മുകളിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താൽ അത് നിഫ്റ്റിയെ അല്പം ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറ്റുകയും ചെയ്യും. എന്നാലും നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വരണമെങ്കിൽ നിഫ്റ്റിയുടെ 11,600 ലെവലിന് മുകളിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുവരെ നിഫ്റ്റി അതിന്റെ ട്രഡീഷനായ അല്ലെങ്കിൽ ട്രെൻഡായ സെൽ ഓൺ റൈസ് ഫോളോ ചെയ്യും. ഇനി നിഫ്റ്റിയുടെ ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ആയത് 11,378 ആണ്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ ആയത് 11,430 ഇൻട്രാഡേ ലോയിൽ 11,290 കൂടാതെ ക്ലോസ് ആയത് 11,317 അതായത് നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ ഇന്നലത്തെ ഡേയേക്കാളും അല്പം കൂടി ഉയർന്ന ലോ ആണ് ഇന്ന് ചെയ്തത്. അതായത് ഇന്നലെ നിഫ്റ്റിയുടെ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ 11,250 എന്ന ലെവലിനെയായിരുന്നു നിഫ്റ്റി ടെസ്റ്റ് ചെയ്തത്. ഇന്ന് 11,290 അഥവാ 11,300 എന്ന ലെവലിനെയാണ് ടെസ്റ്റ് ചെയ്തത്. അതായത് നിഫ്റ്റിയുടെ മോർണിംഗ് സെഷനിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ലൊരു മൊമെന്റം അപ്പ് ട്രെൻഡിലേക്ക് ഒരു മൊമെന്റം കാണാനുണ്ടായി എങ്കിലും ലാസ്റ്റ് അവറിൽ നമ്മൾക്ക് ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഇതാണ് നിഫ്റ്റിയെ 11,317 എന്ന നിലയിൽ എത്തിച്ചത്. കൂടാതെ നിഫ്റ്റി അതിന്റെ 11,300 എന്ന സപ്പോർട്ടിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രേഡാണ് ഇന്നത്തെ ദിവസം നടത്തിയത്. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 11,300 ആണ്. അതിനുശേഷം വരുന്ന സെക്കൻഡ് സപ്പോർട്ട് 11,200 ആണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 11,400, സെക്കൻഡ് റെസിസ്റ്റൻസ് 11,450, തേർഡ് റെസിസ്റ്റൻസ് 11,500. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് അടക്കാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിന്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 11,600 ലെവലിലാണ്. 11,600 ലെവലിൽ അറൌണ്ട് 34 lakhs കോൺട്രാക്ട് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 11,500 ലെവലിലാണ്. 11,500 ലെവലിൽ അറൌണ്ട് 33,20,000 കോൺട്രാക്ട് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 11,500 ലെവലിലാണ്. അറൌണ്ട് 8 lakh കോൺട്രാക്ട് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റയിലേക്ക് വരാം. പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 11,000 ലെവലിലാണ്. അറൌണ്ട് 30 lakhs കോൺട്രാക്ട് ആണ് 11,000 ലെവലിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 11,300 ലെവലിലാണ് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. ഇവിടെ അറൌണ്ട് 28 lakh കോൺട്രാക്ട് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓൺ പുട്ട് സൈഡ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 11,300 ലെവലിലാണ്. അറൌണ്ട് 5 lakh കോൺട്രാക്ട്സ് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്നും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 11,500 നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസും സെക്കൻഡ് റെസിസ്റ്റൻസ് ആയി 11,600 അതായത് നിഫ്റ്റി അതിന്റെ
പ്രീവിയസ് 4 ദിവസങ്ങളായുള്ള ട്രെൻഡ് തന്നെയാണ് നാളെയും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ്. ദാറ്റ് ഈസ് സെൽ ഓൺ റൈസ്. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് 11,300 ലെവലാണ്. 11,300 ലെവൽ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ ഒരു ക്ലിയർ കട്ട് ബിയറിഷ് മൊമെന്റം വരും. അത് നിഫ്റ്റിയെ ഫർദർ സപ്പോർട്ടായ 11,000ലേക്കും നയിക്കും. 9th സെപ്റ്റംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ ആയ 8 സെപ്റ്റംബർ 2020 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയുടെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ലെവലായ 22,950 ക്രോസ് ചെയ്ത് 22,744 എന്ന ലെവലിലാണ് ക്യാൻഡിൽ ക്ലോസ് ആയത്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ വരാൻ പോകുന്ന ഒരു ബിയറിഷ് മൊമെന്റത്തെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എന്നുവരെ ഈ ഏത് ലെവൽ വരെ ബിയറിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇതിന്റെ നെക്സ്റ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് 22,400 ലെവലാണ്. ഇതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ബാക്കിനുള്ള പ്രോബബിലിറ്റി ഉണ്ടാകാം. അതുവരെ ഒരു നെഗറ്റീവ് മൊമെന്റം ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ചാർട്ട് അനാലിസിസ് വഴി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് 22,971 ആണ്. ഇൻട്രാഡേ ഹൈ 23,064 ഇൻട്രാഡേ ലോ 22,641 ചെയ്തതിനു ശേഷം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയത് 22,744 ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസും ടാർഗറ്റും നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് ആയ 22,641 അതായത് ഇന്നത്തെ 8 സെപ്റ്റംബർ 2020 ഇൻട്രാഡേ ലോ ആയ 22,640 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന സപ്പോർട്ട് 22,400 ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ലൊരു ബിയറിഷ് മൊമെന്റം ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 22,850 ലെവലിലാണ്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് 23,000 ലെവലിൽ കാണാം. അതായത് 23,100 ലെവലിൽ കാണാം. കാരണം 23,100 ലെവലിൽ ഇന്നും ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടതാണ്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിട്ടുള്ളത് 23,000 ലെവലിലാണ്. 23,000 ലെവലിൽ അറൌണ്ട് 8,79,000 കോൺട്രാക്ട് ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിട്ടുള്ളത് 24,000 ലെവലിലാണ്. 24,000 ലെവലിൽ അറൌണ്ട് 8,71,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ഏറ്റവും കൂടുതൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ റൈറ്റ് ആയിട്ടുള്ളത് 23,300 ലെവലിലാണ്. അറൌണ്ട് 8 lakh കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിട്ടുള്ളത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റയിലേക്ക് കിടക്കാം. പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിട്ടുള്ളത് 21,000 ലെവലിലാണ്. അറൌണ്ട് 6,25,000 കോൺട്രാക്റ്റുകളാണ് പുട്ട് സൈഡിൽ റൈറ്റ് ആയിട്ടുള്ളത്. പുട്ട് സൈഡിലെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ റൈറ്റ് ആയിട്ടുള്ളത് 22,000 ലെവലിലാണ്. 22,000 ലെവലിൽ അറൌണ്ട് 6,15,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ദിവസം പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് റൈറ്റ് ആയിട്ടുള്ള ലെവൽ 21,000 ലെവലിലാണ്. അറൌണ്ട് 5 lakh കോൺട്രാക്റ്റുകളാണ് ഇന്നത്തെ ദിവസം റൈറ്റ് ആയിട്ടുള്ളത്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 23,000 ലെവൽ, അതിനുശേഷം 24,000 ലെവലുകളാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി വരുന്ന റെസിസ്റ്റൻസ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 21,000ഉം അതിനുശേഷം 22,000ഉം ഫസ്റ്റ് സപ്പോർട്ട് 22,000ഉം അതിനുശേഷം 21,000ഉമാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വഴി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് വരാം. 8 സെപ്റ്റംബർ 2020 3,659 കോടി രൂപയുടെ ബൈയിങ്ങും 4,715 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1,056 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8 സെപ്റ്റംബർ 2020
4162 കോടി രൂപയുടെ ബൈയിങ്ങും 3542 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 620 കോടി രൂപയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെയും കൂടി ആക്ടിവിറ്റി കമ്പൈൻ ചെയ്താൽ ഏകദേശം 436 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്. അതായത് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ട്രെൻഡ് ആണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.